മിണ്ടല്ല. മീന് ചെവിട് വെക്കും, പാമ്പിന് കേൾക്കൂല. മിണ്ടല്ല, ഇപ്പൊ കിട്ടും. പിന്നെ ഉണ്ണേട്ടാ, നിങ്ങൾ മീന് തീറ്റ കൊടുക്കാൻ കുത്തിട്ടതോ അല്ലെങ്കിൽ മീനെ പിടിക്കാൻ കുത്തിട്ടതോ? ഫുഡ് ഇട്ട് കൊടുക്കും മീന്. അപ്പൊ കുഞ്ഞോട് ഇതിന്റെ അടുത്ത് പെരങ്ങി കളിക്കും ഫുഡിന്റെ അടുത്ത്. അച്ഛനമ്മക്ക് കൊടുക്കാത്ത എന്ത് ഫുഡാ മക്കൾക്ക്? നമ്മളെ പോലെ തന്നെ ആയിട്ട് അച്ഛനമ്മേനെ വിളിക്കാൻ പോകും. വന്നിട്ട് ഒന്നിച്ച് ഫാമിലി അടക്കം ഞാനും കൂട്ടി പോക്കും. പോയാ ഫുഡ് കൊടുത്ത് പോയാ? ആ ഫുഡ് കൊത്തിയിട്ടൊന്നുമില്ല. ഉണ്ടല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മീന് പോയിട്ട് അച്ഛനമ്മേനെയും വിളിച്ച് വരുമല്ലേ, അതിന്റെ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിടുമെന്ന് ചോദിക്കോ? എന്താന്നറിയ നിങ്ങള്? ഇത് രാഘവട്ടന്റെ കൊള. രാഘവട്ടം പഞ്ചായത്തിൽ നിന്ന് കരാറെടുത്താ മീനെ പിടിക്കുന്നത്. രാഘവട്ടൻ എന്റെ മുമ്പിൽ വെക്കൂല പേടിച്ചിട്ട്. എനിക്ക് കാടയിൽ എത്ര കൊളയുണ്ട് ഉണ്ണിയേട്ടാ? അപ്പുറത്തിൽ ഒരുപാട് കൊളയില്ല. ഈ കാടയിലും പോയിട്ട് മീനെ പിടിച്ചാ പോരെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, ആ കവി മൊയ്തുകൊണ്ടല്ല. ആടെ കടന്നിങ്ങനെ മോങ്ങും. മൂപ്പർ പരിസ്ഥിതിന്റെ കവിയല്ലേ. മൂപ്പർ കോട്ടിട്ടിട്ട് ബാംഗ്ലൂർ ഫ്ലാറ്റിൽ AC ഇട്ട് താമസിക്കും. നാട്ടിലെ വന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു കിടന്ന് ഇതൊക്കെ പാടും. ഏടെ പുഴയുടെ പോയിനി, കാടയുടെ പോയിനി, വയലേടെ പോയിനി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂപ്പർ ആദ്യം ബാംഗ്ലൂർ പോവും, AC ഇടും, ആടെ സുഖമായി ജീവിക്കും. അതാണ് കവി. എന്ത് കവിയാണ് ഇപ്പൊ? പണ്ട് പറമ്പത്ത് ഓർമ്മ. മീൻ പിടിക്കുന്നേ ബോഡി കണ്ടിട്ടാ എനിക്ക്. എടാ നിനക്കാളെ ബോഡി കണ്ടിരുന്നേ നായിന്റെ മോനെ. ഞാനിവിടെ ബോഡി വെച്ചോണ്ട് മലയാളത്തിലല്ലേ നായി. എന്താ നായിന്റെ മോനെ? ഞാൻ അന്നേരം പറഞ്ഞിട്ട് പിടിക്കണ്ട പിടിക്കണ്ട നായിന്റെ മോൻ. ഞാൻ എന്ത് വേണ്ട എങ്ങനെയാ എന്റെ പൈസ മുതലാക്കരുത്? നായിന്റെ മക്കൾ 10 നിന്ന് ലാക്കുകൊണ്ട് പോയി. ഇംഗ്ലീഷ് എഴുതി വെക്കാൻ എനിക്ക്. അതിന് ഇംഗ്ലീഷ് പാടില്ല. മാണാൻ കേട്ടാ ചീർണം. എന്താ വേണ്ടത്? നീ എങ്ങനെയാണിത്? എനിക്ക് എങ്ങനെ മുതലാക്കണ്ട? പാട് എല്ലാം രാത്രി പിടിക്കുന്നുണ്ടാവും. തോടെവിടെ, മീനുകളെവിടെ, പൂമ്പാറ്റയെവിടെ, തുമ്പിയെവിടെ, അണ്ണാരക്കണ്ണനെവിടെ? തോടെവിടെ, മീനുകളെവിടെ, പൂമ്പാറ്റയെവിടെ, തുമ്പിയെവിടെ, അണ്ണാരക്കണ്ണനെവിടെ? ആരുമില്ല ആരുമില്ല, എല്ലാം പഴയ ഓർമ്മകളായി മായുന്നു ഈ ഭൂമിയിൽ. ഈ ഭൂമിയിൽ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. അല്ല മന്മത, ഇതിന്റെ വടക്കേ അതിര് കാണാനല്ലേ ഇതിൽ രേഖപ്പെടുത്തിയേക്കണത്? സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് അതിര് മാത്രമല്ല ഒന്നും കാണാൻ പറ്റില്ല. കണ്ണിങ്ങനെ ഒരു എന്തോ ഒരു തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും. വെയിലത്തിറങ്ങി നടന്നിട്ടായിരിക്കും. എന്താ മന്മത, 5 കൊല്ലം കൂടുമ്പോഴാ 10 കൊല്ലം കൂടുമ്പോഴല്ലേ ഈ വാർഡ് പുനർനിർണയം നടക്കണത്?
ഒരു ദിവസം ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്നതിന്റെയാണ് തന്റെ തലയിട്ട്. അത് ഒന്നിലും നമുക്ക് ഇച്ചിരി വെയിൽ മാറിയിട്ടായിട്ട് ഇറങ്ങിയാൽ പോരെ സാറേ, അല്ലെങ്കിൽ വേറൊരു ദിവസം വെയിലില്ലാത്ത ദിവസം ഇറങ്ങാം. ഇത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ എല്ലാവരും വിശദീകരണം കൊടുക്കേണ്ടി വരും. മണ്ടു മേഡം, ഇതേ കഞ്ഞിക്കട വാർഡിന്റെ വടക്കേ അതിരിൽ തോടാണ് കാണിച്ചേണ. ഇപ്പൊ ഇവിടെ റോഡല്ലേ? അതെ. അപ്പൊ ആ വാർഡ് എങ്ങനെ കറക്റ്റ് ആണ് അത് പഴയത്? അപ്പൊ അത് കുളിക്കട വാർഡിലായിരിക്കും. പുലിക്കട വാർഡ് ഇതിന്റെ ഇപ്പുറത്താണ് കിടക്കണ. ഇത് കടന്നാക്കുടുങ്ങിയാണ് തൊട്ടപ്പുറത്ത്. കടന്നാക്കുടുങ്ങി സാറേ. ഇതൊക്കെ എന്ത് സാറേ, ഇത് ആര് സാറേ ഈ സ്ഥലത്തിനൊക്കെ ഇങ്ങനെ പേരിട്ടത്? ഇതൊക്കെ നിങ്ങളെ പോലത്തെ ഏതെങ്കിലും വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥർ വന്നിട്ടായിരിക്കും. ഇവിടെ വന്നപ്പോഴേക്കും കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അപ്പുറത്ത് കടന്നാ കുടുങ്ങൂലേ? അപ്പൊ അത് കടങ്ങാൻ കുടുങ്ങി. പിന്നെ കുളിക്കടവ സാറേ. അത് കുളിച്ചോണ്ടിരുന്നപ്പോ കുളിഞ്ഞു നോക്കിയപ്പോ കുളിക്കടവ്. ഈ കഞ്ഞിക്കടയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ നമ്മള് ബുദ്ധിമുട്ടിയൊക്കെ ചെന്ന് കഞ്ഞി കുടിക്കൂലേ? ആ കട ഇരിക്കണ വാർഡ് കഞ്ഞിക്കട വാർഡ്. അതൊക്കെ ഇത്രേ ഉള്ളൂ. അന്ന് സാറേ പുതിയ വാർഡിനെ അതിന് മണ്ടുമുക്കെന്ന് പേരിട്ടാ മതി. അതൊരു എളുപ്പം പറയാൻ മന്മഥമുക്കാണ് നല്ലത്. ഒന്നുമല്ല സാറേ, ഇവിടെ ചുമ്മാ നിക്കല്ലേ, ഞാൻ അതിർത്തി എങ്ങനെ നോക്കണ്ട. അപ്പൊ എന്റെ പേരിട്ടാ മതി. അത് മന്മഥമുക്കെന്നാവുമ്പോ പറയാൻ എളുപ്പമുണ്ട്. മണ്ടുമുക്ക് മതി. രണ്ടും കൂടി വഴി കിടന്ന് മുക്കല്ലേ? ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കും. ആ പഴയ റെക്കോർഡ് നോക്കിയിട്ടേ അതിലെന്താ രേഖപ്പെടുത്തിയാണെന്ന് നോക്കിയേ. ആളുകൾ പറയണേ, ഉദ്യോഗസ്ഥര് മെമ്പർമാര് പറയണേന്നും നമ്മ ചെവിക്കൊള്ളണ്ട. നിജസ്ഥിതി എന്താന്ന് വെച്ചാൽ അതാണ് രേഖപ്പെടുത്തേണ്ടത്. എളുപ്പ വഴിക്ക് നിക്കാണ്. സാറേ 3-ാം വാർഡ് വെളിപ്പറമ്പ് വാർഡ്. വെളിപ്പറപ്പാ. അത് പണ്ടായാലും വെളിക്കിരുന്നിട്ടുണ്ടാവും. പേര് മാറ്റാ നമുക്കേ ഇത് ആരും കാണാൻ മുക്കുന്നിട്ടല്ല, ആരെയും കാണലല്ല. സാറേ എന്തെങ്കിലും ഇച്ചിരി കുടിക്കാനോ വല്ല മാറ്റുന്നുണ്ട് സാറ് തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കാൻ. ആദ്യം ഈ അതിർത്തി കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഇത് കഴിയേണ്ടത്. സാറേ എന്തായി കിട്ടിയോ? അതിർത്തിയൊക്കെ കിട്ടിയോ? ഇല്ല, ഇതേ കറക്റ്റ് അങ്ങാട് കിട്ടണില്ല. ആ പുളിക്കടവ് വാർഡ് പറഞ്ഞിട്ടുള്ളത് വടക്കേ അതിര് തോടാണ്. പക്ഷെ ഇവിടെ ഒരു തോട് അന്വേഷിച്ചിട്ട് കാണാനില്ല. അല്ല ഇവിടെ അല്ലേ, ഇവിടെ അല്ല അതിർത്തി വരിക. തോറ്റ പോയ മെമ്പറേ, ഇനിയിപ്പോ ഈ വാർഡിന്റെ അതിർത്തി ഇതല്ലെങ്കിലും ഞങ്ങൾ ഇതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇനി മുതൽ അതിർത്തിയൊക്കെ. അതെന്താ സാർ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? ഇതിന് ഈ വാർഡിനൊരു അതിർത്തി ശരിക്കും ഉണ്ടല്ലോ. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു അതിർത്തി ഉണ്ടാക്കുക അല്ലെന്ന്. അത് നോക്കാനും അതിർത്തി നിർണയിക്കാനും അല്ല ഞങ്ങൾ ഇറങ്ങിയേക്കണത്. അത് മനസ്സിലായി. അപ്പൊ അതാണ് നമ്മൾ ചെയ്യണത്. ഇപ്പൊ തോറ്റ കോയം പറഞ്ഞ ഒരു കാര്യം പറയാം. അതെ സാർ ഇപ്പൊ 2 പ്രാവശ്യമായി ഇപ്പൊ തോറ്റ മെമ്പർ പറയണത്. ഞാൻ തോറ്റിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോ കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ജയിച്ച മെമ്പറെ വിളിക്കാൻ നിൽക്കുവോ? ഇല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ മെമ്പറേന്ന് വിളിച്ചു. പിന്നെ ഉദ്ദേശം ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ അതിന് വന്നല്ല കേട്ടോ. ഇപ്പൊ അതിന്റെ ഇടപെടേണ്ട കാര്യമില്ല. ഈ വാർഡിന് ഒരു അതിർത്തി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ അതിർത്തി നമ്മള് വിഭജിച്ച് തരാം. പക്ഷെ അവിടെ ഒരു തോടോ ഒരു പുഴയോ ഒരു റോഡോ ഒരു കലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. തോടുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ വാർഡിലുള്ള എനിക്ക് അറിയണ വരി നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ കാണിച്ചാൽ ഞങ്ങൾ പറ്റുവെച്ചിങ് വരി. സാറേ ഞാൻ പറഞ്ഞു നിങ്ങൾ നടന്നിടൊന്ന് വാ നോക്കാം. ഞാൻ കാണിച്ചാലോ? വരി. അതെ പറഞ്ഞു തന്നൊന്നും ആരോട് പറയണ്ട. അല്ല ആരോട് ചോദിക്കാൻ പാടില്ല. ഞാൻ കാണിച്ചരാ, ഞാൻ പറഞ്ഞേ. ഇതാ ഈ കാണുന്ന ഈ ഭാഗം ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഇവിടെ ഒക്കെ ചെളിയാണല്ലോ. ഇവിടെ അല്ലല്ല അങ്ങോട്ട് പോണോ പ്യാരി സാറേ? നോക്കിയാ പോരെ? അതിര് നോക്കാ മന്മത. ഇവിടെ തോടുണ്ട്. തോടുണ്ടാവും. ഇവിടെ തോടുണ്ടാവും. ഇതന്നെയാണ്. ഒന്ന് അങ്ങോട്ട് കടന്നു നോക്കാം. അങ്ങോട്ട് ഇവിടെ ഇവിടുത്തെ തെങ്ങും തടി കാണാനല്ലോ. ഇത് നമുക്കേ എവിടെന്നെങ്കിലും തുടങ്ങിയിട്ട് ഒരു എൻഡ് വേണം. കോയ ഇങ്ങനെ വെള്ളം കിടന്നാ പോരാ, ഒരു എൻഡ് വേണം നമുക്ക്. സാറേ ഇത് തോടല്ല സാറേ, ഇത് ഇത് അങ്ങനെ ഊറ്റിറങ്ങി വരണതാണ്. സാറേ ഇയാള് വെറുതെ ഇത് വേലിയേറ്റത്തിൽ വെള്ളം കയറിയതാണ്, തോടല്ലല്ലോ. അല്ല സാറേ വരി ഇവിടെ തന്നെ ഇവിടെ ഇത് ഈ വൃശ്ചിക മാസത്തില് വെള്ളം കയറുവേ, അതിന്റെയാണ് അത്. അല്ല അവിടെ ഇപ്പൊ നമ്മള് കണ്ടില്ലേ ഇലക്ഷൻ ആയ കോയെല്ലാം വരുന്നുണ്ടല്ലോ. ഇവിടെ ഈ ഭാഗത്തായിരുന്നു അവര് പറയുന്നു. ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഒരു തോടുണ്ടായിരുന്നു ഇവിടെ. നാളെ കളിയാക്കിയാണ് സാറേ. ഞാൻ ഒരു 4 കൊല്ലം മുമ്പ് ഇലക്ഷന് ഞാൻ വോട്ട് ചോദിക്കാൻ വന്നപ്പോ ദണ്ട ഇവിടെ ഇങ്ങനെ പോരുന്നത് തോടിന്റെ മുകളിൽ കൂടെ ഒരു തെങ്ങും തടി ഇങ്ങനെ താടി കറന്നിട്ടാണ് ഞാൻ ഈ ഇവിടെ വോട്ട് ചോദിച്ചു പോയത്. ഉണ്ടായതോടെ എങ്ങാട് പോകാനാണ്. കോയ മെമ്പറെ തോറ്റ പിന്നെ ഈ വാർഡിലോട്ടൊന്നും വന്നിട്ടില്ല അല്ലേ? ജയിച്ചിട്ട് തന്നെ ആൾക്കാർ വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോ ഈ തോടിന്റെ കാര്യത്തിന് ഇപ്പൊ എന്താ ചെയ്യാൻ? തോട് എവിടെ ഞങ്ങൾക്കല്ലല്ലോ അറിയണേ.
അല്ല ഇവിടെ ഉണ്ടായിരുന്നാണ്, അതാ ഞാൻ ഈ പറഞ്ഞത്. വെറുതെ അല്ല നിങ്ങൾ എല്ലാ തവണയും തോക്കണത്. തോടേതാണ് റോഡ് ഏതാന്നറിയാതെ. അതെ, ഇനിയിപ്പോ വന്നല്ലോ. ഇപ്പൊ തോട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ഇവിടെ അതിർത്തി കണക്കാക്കാം. ഞങ്ങൾ നിശ്ചയിക്കുക. അതാണ് ഇനി ആ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചേ, ഇത് കേൾക്കണ്ട. വെറുതെ നമ്മൾ എന്തിനാണ് അവരോട് ഇവരോടും ചോദിക്കണം? നമുക്ക് ഇതിലുള്ള അതിർത്തി നോക്കി തീരുമാനിക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊന്നും നോക്കാല്ല. എന്തിന് സാർ വന്നേ? സാറേ ഇനി ഒന്നും പറയണ്ട. വെറുതെ എന്തോരം ദൂരം ഞങ്ങൾ നടത്തി ഈ വെയിലത്ത്. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന തോടാണ് സാറേ. ഞാൻ പറഞ്ഞാണ് മര്യാദക്ക് വെയിലടിച്ച ജലദോഷം. ആട്ടുകാട്ടവും കൂർക്കക്കിഴങ്ങും എന്താന്ന് അറിഞ്ഞൂടാ, മത്സരിക്കാൻ നടക്കാണ്. വന്നേ മേഡം ഇങ്ങോട്ടൊന്നും എന്റെ പോയ ഉള്ള പണി കളയല്ലേ, ഞങ്ങളുടെ പുറകെ നടക്കല്ലേ ദൈവത്തെ ഓർത്ത്. വയ്യാത്ത സ്ഥലം നോക്കാൻ പറ്റും. അത് ഇത് പറ്റില്ല. ഇങ്ങോട്ട് വന്നത് എന്തൊരു കഷ്ടം. ഞാൻ വിളിക്കണ്ടേ കായ്, ഞാൻ വിളിക്കാം. ഡൗട്ടിയേ, നീ വിചാരിച്ച ആൾക്കാർ നമ്മളല്ലേ, അവരൊക്കെ ഇവിടുന്ന് വീട് വിട്ടു പോയി. ഞങ്ങള് പുതിയ വീട്ടുകാരാ. പോയാ? പോയി. എന്തേ? എങ്ങോട്ടാ പോയത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? എന്നോടൊന്നും പറഞ്ഞില്ല. അതാ അല്ല, അവര് പോയോ? അവരിവിടുന്ന് പോയി. അല്ല, എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാ? എങ്ങോട്ടാ പോയതെന്നല്ലോ, അല്ല ഇടുക്കിയോ വയനാടോ ഒക്കെ ആണെന്നാ തോന്നണത്. ഇടുക്കിയോ വയനാട് ഏതോന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഉറപ്പിച്ച് പറയാൻ വയ്യ, അതറിയില്ല. എന്തേ? അല്ല, ലക്ഷ്മി പോയല്ലേ? അവരെല്ലാരും പോയല്ലോ. ലക്ഷ്മി നിന്റെ ആരാ? ലക്ഷ്മി എന്തേ നെഞ്ചുവേനുണ്ടാ? അല്ല, നമ്പർ എന്തേലും തന്നില്ല? നമ്പർ ഒന്നും ഇല്ലടാ, ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. ഒന്നുമില്ല. അതേ, നിങ്ങളെ പോലുള്ള ആളുകളുടെ ശല്യം സഹിക്കാൻ വയ്യായിട്ടാണ് അവര് ഇവിടുന്ന് വീടും വിട്ടു പോയതെന്നാ പറയുന്നത് കേട്ടത്. എന്തിനാണ് ഈ മെനകെട്ട പരിപാടിക്ക് നിൽക്കാൻ നിൽക്കുന്നത്? എന്തേലും പോയിട്ട് ഒരു 4 ലക്ഷം പഠിച്ചൂടെ? എന്തോനെ? ഇറ്റ്സ് നോട്ട് ഈസി അങ്കിൾ. ലോങ് 5 years. നമസ്കാരം. നമസ്കാരം. ഞാൻ മൊയ്തുദാ, തൊട്ട വീട്ടിലെയാ. വരൂ. നിങ്ങളിവിടെ എത്തിയെന്ന് ഭാര്യ പറഞ്ഞേ. ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായില്ല. ഒരു മാസമായിട്ട് മോളെ വീട്ടിലേ. ശരി. ഇതാണ് എന്റെ പോരാ, ആ പച്ച പെയിന്റ് അടിച്ച പോരാ. ഈ വീട്. അവിടെ ഞാനും എന്റെ ഭാര്യയും മോനും. ഞാൻ പുറത്തൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, ഇറങ്ങിയിട്ടില്ല. സമയമുണ്ടല്ലോ. അപ്പൊ ഭാര്യ പറഞ്ഞു ഇവിടെ പുതിയ താമസക്കാര് വന്നിക്കണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ കൊടുപ്പോ. അത് നന്നായി, അതൊക്കെ വേണല്ലോ. എവിടെയാ ശരിക്കും സ്ഥലം എവിടെയാണ്? ഞാന് ശരിക്കും കൊല്ലത്താണ്. അപ്പൊ അവിടുന്ന് വീട് മാറിയിട്ട് ഇപ്പൊ ഇവിടെ മേടിച്ചതാ. നന്നായി, നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. മോൻ ഇപ്പോ ഗൾഫില് അവിടെ ഒരു എണ്ണ കമ്പനിയിൽ ജോയിൻ ചെയ്തു. മോനോ? വലിയ കുഴപ്പമില്ല, നല്ല വരുമാനമൊക്കെ ഉണ്ട്. എത്ര മക്കളുണ്ട്? മക്കള് 2 പേരുണ്ട്. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പോയി. പെൺകുട്ടികൾ തന്നെയാ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മോളെ പാലക്കാട്ടേക്കാ കല്യാണം കഴിച്ചു. മോന് ഇവിടെ എറണാകുളത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ട്. ആണോ? അപ്പൊ എന്നോട് അവിടെ ചെന്ന് നിൽക്കാൻ വേണ്ടിട്ട് പറയാ പുള്ളി. അല്ല, എനിക്കത് ശരിയാവില്ല, എനിക്ക് ഇങ്ങനെ മുറ്റവും ഇതൊക്കെ വേണമെന്ന്. അതിപ്പോ നിങ്ങളെ മാത്രല്ല, നമ്മളെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആവുകയാണോ? അപ്പൊ എനിക്ക് വേണ്ടി വാങ്ങി തതാ അത്. വീട് നല്ല സ്ഥലമാണ്. ഇവിടെ വെള്ളത്തിനൊന്നും ഒരു അടങ്ങാറില്ല. ഇല്ല, സുഖം. നല്ല വെള്ളമാണ്. പിന്നെ നാട്ടുകാർ വരെ നല്ല. പിന്നെ അത്യാവശ്യം ചെടിയും മരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഞാനേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇപ്പൊ മോളെടുത്തിന് പാലക്കാട്. അപ്പൊ മോളടുത്തേക്ക് പോയി 1 മാസം കഴിഞ്ഞിട്ടേ വരൂ. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ നിന്നെന്താ വെച്ചാല് എന്റെ മരുവനെ, അതെ മോളെ കെട്ടിയോൻ, ഓനാണ് പാലക്കാട് ഒരു 4 മുറി പീടിയ വാങ്ങിക്കണം. അത് ശരി. അപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് നമ്മളെ പേരിലേക്ക് ആക്കണല്ലോ.
അതിന് വേണ്ടിയിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി ദിവസങ്ങൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം നടന്നു നടന്നു കിട്ടി. അപ്പൊ അതിന്റെ ഈ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? രജിസ്ട്രേഷൻ കഴിഞ്ഞ ആധാറൊക്കെ കിട്ടി. പിന്നെന്താണ്? അല്ല, ഇത് ഓണർഷിപ്പ് നമ്മളെ പിന്നിലേക്ക് മാറ്റണമല്ലോ. അതപ്പോഴും ആവൂല. അത് മുനിസിപ്പാലിറ്റിയിലെ പഴയ ആളെ പേര് തന്നെ ആയിരിക്കുക. അത് നമ്മൾ പോയി മാറ്റണം. അതെ, അങ്ങനുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ വീട് വാങ്ങിയിട്ട് അപ്പൊ രജിസ്ട്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു, ആധാരമൊക്കെ കിട്ടി. അപ്പൊ ഈ ഓണർഷിപ്പ് നമ്മുടെ പേരിൽ അത് മാറ്റിയിട്ടില്ല. മാറ്റണോ? അയ്യോ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയാൽ മതി. അല്ല, നിങ്ങൾക്ക് വേറൊരു ഭാഗ്യമുണ്ട്. ഇന്നിപ്പോ എത്ര ഡേറ്റ്? ഇന്നിപ്പോ 4. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. 6-ാം തീയതി നമ്മളെ മന്ത്രിന്റെ മറ്റേ കൈത്താങ്ങിന്റെ കരുതൽ നടക്കാണല്ലോ നാട്ടില്. അതെന്താ അത്? അതറിയില്ലേ? നമ്മളെ റവന്യൂ മന്ത്രി ഇല്ലേ, മണ്ടോതിരി. മന്ത്രി വരൂ. മന്ത്രി അടുത്ത് നമ്മൾ അപേക്ഷ കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് നമ്മളെ കാര്യം സാധിക്കും. ഒരാഴ്ച കൊണ്ട് ശരിയാവും? അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പരിപാടി വെക്കണത്. നല്ല തിരക്കി വെക്കണേ. അപ്പൊ ഇവിടെ ഒരു അപേക്ഷ എഴുതി അങ്ങോട്ട് ചെന്നാ മതി, കാര്യം നടക്കും. എനിക്ക് പരിചയത്തിലുള്ള ആൾക്കാരും ഇല്ല ഇവിടെ. ഞാനില്ലേ, ഇങ്ങനെയല്ലേ പരിചയപ്പെടല്. അതിനല്ല ഇപ്പൊ ഞാൻ വന്ന്. നമുക്ക് ഒരുമിച്ച് പോവാ. അതെ, അവിടെ എല്ലാവരും എത്തിയോ? അല്ല, മിനിസ്റ്റർ വന്നാ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതാണ്, വന്നു കഴിഞ്ഞാൽ ഉടനെ ചടങ്ങ് തുടങ്ങണം. അരമണിക്കൂറേ അവിടെ സമയമുള്ളൂ, അത് കഴിഞ്ഞാൽ പോണം. ഇവിടുന്ന് പുറപ്പെടുകയായി. ശരി ശരി ശരി. ജോർജ് എന്താ അവിടെ? സാറേ, റോഡിന്റെ കട്ടിങ് വഴി ഇടിച്ച് നാശമായിട്ട് കിടക്കുക സാർ, ഇടിഞ്ഞിട്ട്. അതിന് സാറിനോടൊന്ന് പറയാന്ന് ഓർത്താ. നേരിട്ടാ? എടോ, അതൊക്കെ പാർട്ടി ഓഫീസിലല്ലേ പറയാ. നിങ്ങൾ ഓരോ അണികളും നേരിട്ട് വന്ന് മിനിസ്റ്ററോട് ഓരോന്ന് ചോദിച്ചാൽ മിനിസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ലേ? വൈകിട്ട് പാർട്ടി ഓഫീസ് പോവാ അല്ലേ? ഓക്കെ സാർ. ആന്റണിയെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോ നേരിട്ട് കൊടുത്തോട്ടാ. സാറേ, മിനിസ്റ്റർ ഒന്ന് കാണാൻ വേണ്ടി. ഇവരൊക്കെ മിനിസ്റ്ററെ കാണാൻ തന്നെയാണോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ട്രാൻസ്ഫറിന്റെ കാര്യം ഒന്ന് സംസാരിക്കാനാണ്. ഈ സമയത്തൊക്കെ ഒരു ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഇന്നൊരു ഫംഗ്ഷനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ മേക്കപ്പ് ഇട്ടോണ്ട് അല്ല, മറ്റേ ഒരു ഫയൽ ഒപ്പിട്ടോണ്ടിരിക്കുകയാണ്. വരുമ്പോ കൊടുത്തോക്കെ, എന്താ പറയാറില്ല. അടുത്തേക്കൊന്നും വരില്ല കുട്ടിക്ക്. പിന്നെ അവിടെ തിരക്കുണ്ട്. ശരി ശരി, വിട്ടോ. റെഡി ആയിക്കോളാം കേട്ടോ. പറഞ്ഞു സാറിന് ഞാൻ പറഞ്ഞു കൊടുത്തേ കേട്ടാ. സമയമില്ല കേട്ടാ. എഴുന്നേൽക്ക്. നല്ല മുഖപരിചയം ഉണ്ടല്ലോ. നളിനിയേച്ചിയുടെ ആരുമല്ല, ഞാൻ എറണാകുളത്തുള്ള. അതെ, എന്താണ്? അതേ, മിനിസ്റ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പോയില്ല, കണ്ടില്ലേ? പോയി കണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. എന്താ നിങ്ങൾ പറഞ്ഞ ഇത്ര തിരക്കിൽ നടക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ നിൽക്കാണ്? എന്താണ് കാര്യം? അതെ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സിവിൽ സപ്ലൈസിലാണ് വർക്ക് ചെയ്യണത്. ശരി. ഇപ്പൊ 3 വർഷമായിട്ട് കൊല്ലത്താണ്. ഇപ്പൊ വീട്ടിലെ അമ്മയും വൈഫും സുഖമില്ലാതിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാല് ഒരു സഹായമാവും. അപ്പൊ മന്ത്രി ഒന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ വന്നു. എവിടേക്ക് ട്രാൻസ്ഫർ? എറണാകുളത്തേക്ക്. കൊടുത്തില്ലേ? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും നടക്കും. സംഗതി ഇതാ നോക്കി എന്റെ കുഞ്ഞമ്മേടം. അല്ല, ഇത് എന്താ നിങ്ങൾ ഇവിടെ നിൽക്കണ്? അവിടെ അങ്ങനെ കുറ്റിയടിച്ചമാര് നിന്നിട്ട് എന്താ കാര്യം? സുഖേട്ടനൊക്കെ ഇനി വൈകുന്നേരമാണ് വരുന്നത്. അവിടെ ഉമ്മർത്ത് പോയിരിക്കും. ഇവിടൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള സ്ഥലമാണ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരും. ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് ചെല്ലി അവിടെ എവിടെയും പോയിരിക്കും. ഒന്നാമത്തെ ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്. നിങ്ങളെന്താണ് ഇവിടെ? ഇനിയിപ്പൊ നിങ്ങളോട് വേറെ പറയണ? അവിടെ എവിടെയെങ്കിലൊക്കെ മാറി ഇരിക്കുക. അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരും. നിങ്ങൾ അങ്ങനെ ചെല്ലി, ഞാൻ കാണാ. അതേ, ഞാൻ കാണാ. നിങ്ങൾ അവിടെ പോയിരിക്കും. വല്ലാത്ത കാര്യമാണ് ആൾക്കാരുടെ. അപ്പോ ഇതെന്താണ് ഞാൻ പറഞ്ഞത്?
സംഗതി എന്റെ കുഞ്ഞമ്മേന്റെ മോളാണ്. അരി മന്ത്രിയേ. ആണോ? ഞാൻ പക്ഷെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. എന്നോട് എപ്പോഴും പറയും, നീ എന്തിനാണ്ടാ വെറുതെ തെക്കും വടക്കം നടക്കണം, വെറുതെ എന്റെ കൂടെ നിന്നാ മതി. ആൾക്കാർക്ക് എത്ര ആൾക്കാരെ ശുപാർശയായിട്ട് വരുന്നത് എന്റെ അടുത്തേക്ക്. എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 കാശ് കയ്യിൽ ഇരിക്കില്ലേ ചോദിക്കും. പക്ഷെ താൻ നോക്ക്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരാളുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു സാധനം ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. അല്ലിപ്പൊ നിങ്ങൾ ഒരു കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. കുഞ്ഞമ്മേന്റെ മോളല്ലേ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയാണേ. അമ്മ നാം വേറെ വിളിച്ചാണ്, വേറൊന്നല്ല. കുഞ്ഞോളെ ഇറങ്ങിപ്പോ അവൾക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്തിരി തിരക്കുണ്ട് പറഞ്ഞിട്ട് പോയേ. അപ്പൊ ഇന്നും ഇപ്പൊ പച്ച സാരി തന്നെയാണ് കൊടുത്ത് പോയിരിക്കുന്നത്. എന്താ ചെയ്യാ, കുട്ടീനെ കൊണ്ട് തോറ്റു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുത്താമ്പള്ളിന്നേ കുറച്ച് സാരി കൊടുത്തു വിടി കേട്ടോളി. പറഞ്ഞാ കേക്കണ്ടേ, അവൾക്ക് ഒന്നിനും നേരില്ല. ഓ ശരി, വേറൊന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചാണ്. ശരി, ആയിക്കോട്ടെ, പോയിച്ചോളി. ശരി. സാറേ, എന്റെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാശ് തന്നിട്ട് കാര്യം നടത്താന്നാണ് മനസ്സിൽ വിചാരിക്കണെങ്കിൽ എനിക്ക് പാടാപ്പെടാൻ. അയ്യോ ഇല്ല, ഞാൻ സാറിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി തറവാടിയാണ്. ഞാൻ പറഞ്ഞാണ്, അങ്ങനെ കാശ് മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ ആളല്ല. പിന്നെ നിങ്ങക്ക് അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ എന്റെ ഉള്ളിൽ ഒരു ചെറിയ പടപ്പുണ്ടായി. ഇതാവുമ്പോ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ വരാം വൈകുന്നേരം. എന്തെങ്കിലുമൊക്കെ അവർക്ക് വന്നു പോയാൽ വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആളുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 3 വർഷം അടുക്കാറേ ആയി. എനിക്ക് അപേക്ഷ ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞ തട്ടിക്കളയില്ല അവള്. എങ്ങനെയാണെന്ന് സഹായിക്കണം. നോക്കട്ടെ. ഞാനേ എനിക്ക് പറയാൻ മടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറൊന്നല്ല. ഈ കാര്യത്തിന് ഒരു 10 പൈസ ഞാൻ ചെലവാക്കൂല, കരയില്ല. പൈസ തന്നിട്ട് കാര്യം നടത്താന്ന് വിചാരിക്കണ്ട, അങ്ങനത്തെ ആളല്ല. 10 പൈസ ഞാൻ തരില്ല. പറയാണ് ഒരു സഹായം മാത്രം. ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ എന്റെ ഡീറ്റെയിൽ തരാം. നിങ്ങളുടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പറൊക്കെ ഉണ്ടോ? ഫോൺ നമ്പറൊക്കെ ഇല്ലേ? ഫോൺ നമ്പർ എഴുതി, അതൊക്കെ ഒന്ന് എഴുതി. ഒരു മിനിറ്റ് കേട്ടോ, എന്നാ ഒന്ന് വിളിക്കട്ടെ. ഹലോ, സുരേഷ് അല്ലേ? അതെ, നിങ്ങൾ അവിടെ പോയി നിക്കി. ഞാൻ ഒരു കാര്യം അല്ലേ, ഇവിടെ പറഞ്ഞാണ്. എന്നാ ഒരു 10 ഉറുപ്പ്യ കിട്ടാനുള്ള ഒരു കാര്യം വരുന്നുണ്ട്. 10 ഉറുപ്പ്യേ തടയാനുള്ള കാര്യമുണ്ട്. ഞാൻ അങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ്. നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാം ടോളി. അപ്പൊ 5 എനിക്ക് 5 നോക്ക്. അതെന്താണ്? പിന്നെന്താണ്? അതെന്താ പറ്റാത്ത നിങ്ങക്ക്? അത് നിങ്ങൾ പറയല്ലേ. അതെ ശരിയാണ്, അതൊക്കെ ശരിയാ. നിങ്ങൾ വെക്ക് അതൊക്കെ ശരി. ഓ ആയിക്കോട്ടെ, വെക്കും. ഞാൻ വിളിക്കാം. ശരി, വെക്കും നിങ്ങള്. അതെ വേണ്ട, ഇനി പേപ്പർ ഒന്നും വേണ്ട. പ്യാരിജാത അതൊന്നും ശരിയാവില്ല. എന്താ സാറേ? വേണ്ടാന്ന്, അത് നടക്കില്ല. നിങ്ങൾ പോയിക്കോളി. അല്ല അങ്ങനെ പറയല്ലേ സാർ, പ്ലീസ്. വേറൊന്നല്ല, നാപ്പ് ഈ കാര്യം പറഞ്ഞപ്പോ എന്നോട് ചോദിക്കാണ്, എന്താ ഈ പറഞ്ഞത് ചെയ്തേട്ടാ, നിങ്ങക്ക് ഒരു 10,000 ഉറുപ്പ്യ അവിടെ പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് കൊടുക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞു നടക്കില്ല. പാർട്ടി ഫണ്ടിലേക്കാണ്, വെറുതെ പിരിവ് മേടിക്കൊന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കൈക്കൂലി മേടിക്കൊന്നല്ലോ. നിങ്ങൾക്ക് എന്താണ് അത് പറഞ്ഞാല് അവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കല്ലേ, പാർട്ടിയിലേക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുക്കാൻ പറയുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല, അത് എന്ത് തരത്തിൽ മേടിച്ചാലും ഞാൻ മേടിച്ച പോലെ ആവും, വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 10 രൂപ എന്ന് പറഞ്ഞില്ലേ സാറേ, ഞാനൊരു വർഷം പോണ ട്രെയിൻ ടിക്കറ്റിന്റെ പൈസ ആയുള്ളൂ. എനിക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് എനിക്ക് ആ പൈസ ലാഭമല്ലേ, നാട്ടിൽ നിൽക്കാൻ പറ്റില്ലേ? 10 രൂപ ഞാൻ കൊടുക്കാം. അത് വേറെ ഇതൊന്നുമായിട്ട് കരുതണ്ട സാർ. ഇടപെട്ടത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്. നമുക്ക് കൊടുക്കാത് പ്ലീസ്. ഇല്ലാന്ന് പറയല്ലേ. പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ ഗൂഗിൾ പേ ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞോണ്ടാണ്. എനിക്ക് കാശൊന്നും വേണ്ട. ഇല്ല, എനിക്കറിയാല്ല. എനിക്കൊരു ഒരു കാര്യം ചെയ്യും, ഞാൻ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഇത് തരാം. പറഞ്ഞോ, നമ്പർ പറഞ്ഞു. എന്താ അവിടെ ഈ പറഞ്ഞ മാറിയിരിക്കാൻ പറഞ്ഞ കളിയും ചിരിയാണ്. പിന്നെ ഇവന്റെ കാര്യം എങ്ങനെ നടത്തി കൊടുക്കണം? പിന്നെ മന്ത്രി വെറുതെ കളിയും ചിരിയായിട്ട് നടക്കുകയാണ്. നിങ്ങളുടെ നമ്പർ ഇത് തരി. 98 67 222 50. അതിലേക്ക് സുരേഷിന്റെ നമ്പർ പായിക്കാൻ ഞാന്. ഇതേ ബച്ചോളി, സകല എന്റെ പണി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഞാന് വെറുതെ കളിച്ച് ചിരിച്ച് നിൽക്കാണ്.
10,000 രൂപ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ. ആ ശരി ആയിക്കോട്ടെ. നാം മേടിക്കണം അല്ലാട്ടോ, നാം വീണ്ടും വീണ്ടും പറയാം. സാറേ എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യും. ശരി ആയിക്കോട്ടെ. ഈ കൈത്താങ്ങിന്റെ കരുതൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നിങ്ങൾ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഓർഡർ അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് തരും. എന്താ പോലെ നിങ്ങക്ക്? ഓ സന്തോഷം കേട്ടോളേ, ഒരുപാട് സന്തോഷം. ധൈര്യമായിട്ട് പോയി നിങ്ങൾ. ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ ഇരിക്കട്ടെ. ശരി എന്നാ. ഓ ശരി ശരി ആയിക്കോട്ടെ. പഴം എവിടെ വെച്ച്? ആകെ കൂടിയുള്ള ഒരു ആയുധാണിത്, ആളെ പിടിക്കാൻ.